വാട്ടർ ഫിൽറ്റർ. അപ്പോൾ ഇന്നത്തെ കാലത്ത് സാധാ ഒരു കിണർ ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അധികമായിട്ട് ഈ ബോർവെൽസ്, അതായത് കുഴൽ കിണർ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. അപ്പോൾ ആ ഒരു കുഴൽ കിണർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അത് നന്നായിട്ട് അറിയുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളറും ആ ഒരു വെള്ളത്തിനൊരു ചെറിയൊരു കളർ ഉണ്ടാവുമല്ലോ, അതും അതുപോലെ തന്നെ ഒപ്പം ആ ഒരു സ്മെല്ല്, ആ ഒരു വാട്ടറിന് ഭയങ്കര ഒരു സ്മെല്ല് ഉണ്ടാവും. അപ്പം അതിനൊരു സൊല്യൂഷനായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഫിൽറ്റർ, ഒരു PVC കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫിൽറ്ററിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതിൻ്റെ ലിങ്ക് നമ്മൾ മേലെ ഐ ടാബിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ആ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഒരു ഡീമെറിറ്റ്സ്, അത് പോസിറ്റീവും നെഗറ്റീവ് ഭാഗങ്ങളും, അതുപോലെ തന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രത്തോളം സക്സസ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൽ നമ്മൾ പറയുന്നില്ല. കാരണം നമ്മളത് സെറ്റ് ചെയ്തൊരു വീഡിയോ ആണത്. അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടോ, നമുക്ക് വളരെ കുറച്ച് കോസ്റ്റ് ആയിട്ടുണ്ടോ ആ ചിലവ് വരുന്നത്, പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടോയെന്നും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കളർ വ്യത്യാസവും സ്മെല്ലും കുറയുന്നുണ്ടോ എന്ന് കൂടിയും ചെക്ക് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിൽറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഏകദേശം ഒരു 10 മാസം മുമ്പത്തോളം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള ആ വീഡിയോ ആണ്. പക്ഷേ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒരു വീക്ക് കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ അത് നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊറോണയും, അതുപോലെ തന്നെ നമ്മളിത് സെറ്റ് ചെയ്തത് കുറച്ച് ദൂരമുള്ള ഒരു വീട്ടിലാണ്. അപ്പോൾ അത് കാരണം അത് ചെക്ക് ചെയ്യാൻ പോകാനും പറ്റിയില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലേറ്റായി, ഒരു 10 മാസത്തോളം ലേറ്റായി. അതിന് കാത്തിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്, സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഫുൾ ഡിസ്കഷനാണ്, അതായത് അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും മുഴുവനായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ അന്ന് ചെയ്ത ഒരു ഫിൽറ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ അന്ന് ചെയ്തതാ ഫിൽറ്റർ ഇവിടെ ഫുള്ളായിട്ട് ഇവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ എന്നുള്ള ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് ഞങ്ങൾ കാണിച്ചു തരാം. ഈ ഒരു മെയിൻ പൈപ്പാണിത്, ടാങ്കിൽ നിന്ന് വരുന്ന ലൈൻ പൈപ്പിൽ നിന്ന് നമ്മൾ കണക്ഷൻ എടുത്തിട്ടാണ് ഈ ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ ഏകദേശം ഒരു 10 സെൻറ്റിമീറ്ററോളം താഴ്ഭാഗത്ത് ഇഷ്ടിക പൊട്ടുകളാണ് ഇട്ടിട്ടുള്ളത്. അതിന് മേലക്ക് നമ്മൾ വെള്ളാരങ്കാലി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ടിട്ടുള്ളത് കരിയാണ്. നമ്മൾ ചിരട്ട കത്തിച്ചിട്ടുള്ള ആ കരി ഒരു ലെയറായി കൊടുത്തിട്ടുണ്ട്. പിന്നെ മണലും അതുപോലെ മെറ്റലും ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫിൽറ്റർ. അപ്പോൾ അത് ഉണ്ടാക്കാൻ താല്പര്യമുള്ള എല്ലാവരും നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ വെള്ളം വരുമ്പോൾ ഈ വാൾവ് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫിൽറ്റർ വഴി കടന്നു പോയിട്ടാണ് നമുക്ക് പൈപ്പിലൂടെയൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ അത് റിട്ടേൺ ഈ ഒരു വെള്ളം തിരിച്ച് കയറ്റുമ്പോൾ നമുക്ക് ഈ ഒരു ഫിൽറ്ററായ മുഴുവൻ കച്ചറയും നമുക്കിതിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും. അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ട്. ഒരു ബാക്ക് വാഷ് എന്നുള്ള ഒരു സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇതുവഴി ആ ഒരു ബാക്ക് വാഷ് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫിൽറ്ററിലേക്ക് പോണ ഒരു വാൾവ് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു പൈപ്പ് വഴി തിരിച്ചിട്ട് വെള്ളം കയറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പൈപ്പുകൾക്ക് പോണ കണക്ഷനാണ് ഇത്. അത് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വെള്ളം വരുന്നത് ഇതുവഴി ഈ ഫിൽറ്റർ വഴി ഇങ്ങനെ മേലക്കാണ്. നമുക്ക് ഇത് തുറന്നു വിടണം. അതിനാണ് നമ്മൾ ഈ ഒരു പൈപ്പ് ഇങ്ങനെ കണക്ഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഫിൽറ്റർ ഉപയോഗിക്കണില്ല കേട്ടോ. നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ട് ഇത്രയും കോസ്റ്റ് ചിലവാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫിൽറ്റർ ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കണില്ല. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യാൻ കാരണം നമ്മൾ കുറേ യൂട്യൂബ് വീഡിയോസും അതുപോലെ കുറേ വാട്സപ്പിലും കാര്യങ്ങളിലൊക്കെ ഷെയറായി വന്ന ഈ ഒരു ഫിൽറ്ററിനെ കുറിച്ചിട്ടുള്ള കാര്യം, ആ ഒരു ഡീറ്റെയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫിൽറ്റർ ഉണ്ടാക്കിയത്. നമ്മളെന്തായാലും സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. കാരണം നമ്മളെ വീട്ടിലെ വെള്ളം നല്ല കലങ്ങിയ വെള്ളമായിരുന്നു. പക്ഷെ എന്തായാലും ഇത് പക്ക ഫെയിലറാണ്. ഒരു 80% ഫെയിലാണ്. ഒരു ഇത്തിരി വ്യത്യാസം തുടക്കത്തിൽ വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഒരു വ്യത്യാസം ഇല്ലാതെ സാധാ പൈപ്പിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത്, ടാങ്കിൽ നിന്ന് അടിച്ച് കയറ്റിയ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ ഒരു സെയിം വെള്ളമായിട്ടാണ് നമുക്ക് പൈപ്പിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ ഈ ഒരു വരുന്ന ഈ ഫിൽറ്ററിലേക്ക് വരുന്ന ഒരു വാൾവ് ക്ലോസ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മളന്ന് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ വെള്ളത്തിൻ്റെ സ്പീഡ് കുറയുമെന്ന്. തീർച്ചയായിട്ടും സ്പീഡ് കുറയും. നമുക്ക് സ്പീഡ് കുറഞ്ഞത് കാരണം തന്നെ നമ്മൾ അതിൻ്റെ അടുത്ത ആഴ്ച ചേഞ്ച് ചെയ്തിട്ടുള്ളൊരു കാര്യമാണിത്. നമ്മൾ ഈ ഒരു വലിയ പൈപ്പ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തു. അതിനുശേഷം ഇതിൽ തരി മണലിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ലെയറിൽ, അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് പകരം ബാക്കിയുള്ള ആ ഒരു ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി കൂട്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ സ്പീഡിൻ്റെ കാര്യം ചേഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നത് ആ ഒരു ഫൈബറിൻ്റെ ചെറിയ നെറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം അതായിട്ട് നുരുമ്പിച്ചിട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ഇഷ്ടിക്കും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ
എല്ലാ പൈപ്പും ക്ലോസ് ആയി പോകും. അതൊക്കെ മൊത്തം അടഞ്ഞു പോകും ഇത് കാരണം. അപ്പോൾ നമുക്ക് വെള്ളം തീരെ കിട്ടൂല. അപ്പോൾ അത് കാരണം നമ്മളിത് കട്ട് ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്ത്, നമ്മൾ ഈ ഒരു ഫോട്ടോ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ, ആ ഒരു സാധനം നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു PVCയുടെ ആ ഹോൾ ഉള്ളതാണ്. അതാകുമ്പോൾ കുറേ കാലം കേടാതെ കിടക്കും. അപ്പോൾ അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് നിലവിൽ നമ്മളിത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഒരാഴ്ച കൊണ്ട് ആ സ്പീഡ് കുറഞ്ഞത് കാരണം മാത്രമാണ് നമ്മൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു PVC കൊണ്ട് ഉണ്ടാക്കിയ ഫിൽറ്റർ, അതായത് നമ്മൾ മേടിക്കുന്ന ഫിൽറ്റർ അല്ല, ഈ ഒരു PVC കൊണ്ട് ഉണ്ടാക്കുന്ന ഫിൽറ്റർ നിങ്ങൾ വീട്ടിൽ വെക്കണോ വേണ്ടേന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ വേണ്ടാന്നേ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് കൊണ്ട് തന്നെയാണ് നമുക്ക് 1% പോലും വെള്ളത്തിന് കളറൊന്നും ചേഞ്ച് വരുന്നില്ല. അതുപോലെ സ്മെല്ല് ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. കാരണം നമ്മുടെ വീട്ടിലുള്ള വെള്ളത്തിന് അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല, കളർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിൽറ്റർ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യൂല. എത്രയും കുറച്ച് ചിലവാണ് നമ്മൾ ഇതിന് വരുന്നുണ്ടെങ്കിലും ആ ഒരു ഫിൽറ്റർ സക്സസ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തെടുത്തിട്ട് എന്താ കാര്യം. നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വ്യൂസ്, ലക്ഷക്കണക്കിന് വ്യൂസ് ഉള്ള വീഡിയോസ് തന്നെ അവർ പറയുന്നുണ്ട് ഇത് പക്കാ സക്സസ് ആണ് 100% എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തപ്പോഴും, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. വാട്സപ്പിൽ ഷെയർ ചെയ്ത് വന്ന വീഡിയോസ് വരെ ഉണ്ട് ഈ ഒരു ഫിൽറ്ററിനെ കുറിച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അതുപോലെ നമ്മുടെ വീട്ടിലെ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം സോൾവ് ആവുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ എന്തായാലും ഞങ്ങൾക്ക് അതൊന്ന് ഒരു നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും അത് ഫെയിലാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് വന്ന കുറച്ച് കമൻറ്റുകളുണ്ട് ഈ ഒരു ഫിൽറ്ററിനെ കുറിച്ചിട്ട്. അതിനുള്ള റിപ്ലൈസ് ആണ് ഞാൻ ഇപ്പോൾ തരുന്നത്. ഇപ്പോൾ ബോർവെല്ലിൽ വെള്ളം ഫിൽറ്റർ ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കില്ല, വെള്ളം അരിക്കാൻ മാത്രമേ ഇതുപോലുള്ള സംഗതികൾ കൊണ്ട് പറ്റൂ. ഞാൻ ഉണ്ടാക്കി നോക്കിയൊരു കമൻ്റ് ഉണ്ട്. സംഭവം ഇപ്പോൾ ശരിയാണ്, ഞങ്ങളിത് ഉണ്ടാക്കി നോക്കിയോണ്ടാണ് ഞങ്ങൾക്കിത് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയായാലും പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു കമൻറ്റിലുള്ള റിപ്ലൈ ആണത്. പിന്നെ ഈ നെറ്റ് ഒരു കൊല്ലം കൊണ്ട് ദ്രവിക്കില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ആ നെറ്റ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു സാധനം അവിടെ കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ കരി ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹോട്ടലുകളിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് കരി കൊണ്ട് ചുട്ടിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ കരി ക്യാൻസർ ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതും അങ്ങനെയാണല്ലോ. പിന്നെ ഞാൻ നോക്കിയിടത്തോളം പറയുന്നത് കരിയായിട്ട് ക്യാൻസർ ഉണ്ടാക്കില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഏത് ഫുഡാണെങ്കിലും ഓവർ ഹീറ്റ് ചെയ്തുണ്ടാക്കുമ്പോൾ അതിൽ നിന്നാണ് ക്യാൻസർ വരിക എന്നാണ് ഞാൻ നോക്കിയിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ അടുത്ത കമൻറ്റ് വന്നിട്ടുള്ളത്, ഇങ്ങനെ ചെയ്താൽ മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ പ്രഷർ കുറയുമെന്നാണ് അടുത്ത കമൻറ്റ് ഞാൻ കണ്ടത്. അപ്പോൾ ആ കമൻറ്റിന് റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും പ്രഷർ കുറയും. അതിനും നമ്മളൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ടാങ്കിൽ നിന്ന് താഴേക്ക് വരുന്ന വെള്ളത്തിന് നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ടല്ലോ ഫിൽറ്റർ, അതുപോലെ തന്നെ മോട്ടറിൽ നിന്ന് മേലേക്ക് വെക്കുന്ന ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ അതിനും സിലിണ്ടർ വെക്കാൻ പറ്റുമെന്നാണ്. ഇതേപോലെ ഫിൽറ്റർ വെക്കാൻ പറ്റുമെന്നാണ് അടുത്ത കമൻറ്റ് കണ്ടിട്ടുള്ളത്. ആ ഒരു കമൻറ്റിന് റിപ്ലൈ ഒന്നും വെക്കാൻ പറ്റായെന്നുണ്ടാവില്ല, പക്ഷെ അത് ഡേഞ്ചറാണ്. ഈ മോട്ടറിൽ നിന്ന് വരുന്ന പ്രഷർ ഡയറക്റ്റ് തള്ളുമ്പോൾ നമ്മൾ ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ആ പ്രഷർ കറക്റ്റ് നമ്മൾ ടാങ്കിലേക്ക് തള്ളൂല. അപ്പോൾ ചിലപ്പോൾ ആ പൈപ്പ് പൊട്ടാനോ അല്ലെങ്കിൽ മോട്ടറിന് കംപ്ലൈൻറ്റ് വരാനോ ചാൻസ് കൂടുതലാണ്. എന്താ പറയുക, ഒരു ഡൗട്ട് എന്ന് പറഞ്ഞിട്ട് ഫിൽറ്ററിൽ കടന്നു വരുന്ന പ്രഷർ കുറയുമെന്നാണ് പിന്നെയും വന്നിട്ടുള്ളത്. അത് ബാത്റൂമിലെ ഷവർ അങ്ങനെ പൈപ്പുകളിലും കിച്ചണിലൊക്കെ വെള്ളത്തിന് സ്പീഡ് കുറയുമെന്ന് ചോദിച്ചിട്ടുള്ളൊരു കമൻറ്റാണ്. തീർച്ചയായും സ്പീഡ് കുറയും. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ. പിന്നെ പാർട്ട് 2 ഇല്ലാത്തതുകൊണ്ട് ഇത് സക്സസ് അല്ല എന്ന് വിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞ ഒരുപാട് കമൻറ്റ് കണ്ടു. തീർച്ചയായും പാർട്ട് 2 ആണ്, ഇത് സക്സസ് അല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഏകദേശം വന്ന കമൻറ്റുകൾക്കൊക്കെ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഞാൻ റിപ്ലൈ എന്തായാലും തരാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഫിൽറ്റർ ചെയ്യണ മെത്തേഡ് എല്ലാവരും ചിലപ്പോൾ അറിയുന്നൊരു മെത്തേഡായിരിക്കും. കാരണം എന്താ പറയുക, ഈ കലങ്ങിയ വെള്ളത്തിനെ ശുദ്ധീകരിക്കാൻ ഈ കരിക്കും അതുപോലെ മെറ്റൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കഴിവുണ്ട് എന്ന് നമുക്കറിയണത് തന്നെയാണ്. പക്ഷെ ഇപ്പം അത് ഫെയിലാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും തോനെ നമ്മളെ ടാങ്കിൽ നിന്ന് അത്രയും കൂടുതൽ വെള്ളമുണ്ട്. ആ വെള്ളം നമ്മൾ ഡെയിലി വീണ്ടും നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. അത്രയും കൂടുതൽ വെള്ളം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫിൽറ്ററിന് അത്ര കൂടുതൽ വെള്ളത്തിനൊന്നും ഒരിക്കലും ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ല. അതായത് എത്രയും കുറച്ച് വെള്ളത്തിനെ ഫിൽറ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കലങ്ങിയ വെള്ളത്തിന് നമുക്ക് പ്യൂറായി കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് തുടക്കത്തിൽ ഈ ഫിൽറ്റർ സെറ്റ് ചെയ്ത ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് നല്ല വെള്ളമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വരും തോറും അത് തീരെ നമുക്കൊരു യൂസ് ഇല്ലാതെയായി. ഇതാണ് കാരണം. ഇത്രയും കുറച്ച് നമ്മൾ ഈ പൈപ്പിലിടുന്ന ഈ സാധനങ്ങളൊക്കെ അത്രയും കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതിനൊരു എബിലിറ്റി ഉണ്ട്, ഒരു ഇത്ര ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഫിൽറ്റർ ചെയ്യാൻ ഒരു കഴിവുണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും ഇത് നമ്മൾ സെറ്റ് ചെയ്താലൊന്നും നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഈ ഒരു കലങ്ങിയ വെള്ളത്തിനെ പ്യുവർ ആക്കാന്നുള്ളൊരു പ്രശ്നം നമുക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനത്തെ ഒരു ഫിൽറ്റർ ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഇത് എന്തായാലും യൂസ്ഫുൾ ആവും. അത് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കാര്യം അവർക്ക് ഇത് വെച്ചിട്ട് ഫിക്സ് ആക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.